ഹായ് ഫ്രണ്ട്സ്, ഇവിടെ പരാമർശിക്കുന്ന ഈ സ്റ്റോക്ക് 1990 മുതൽ 2020 വരെ 11 പ്രാവശ്യം ബോണസ് നൽകിയ സ്റ്റോക്കാണ്. അതായത് ഏകദേശം ഓരോ 2 വർഷം കൂടുമ്പോഴും ബോണസ് നൽകുന്ന ഒരു പതിവ് ഈ സ്റ്റോക്കിനുണ്ട്. അതേപോലെ എല്ലാ വർഷവും 2000 മുതൽ 2024 വരെയുള്ള ഒരു ഡിവിഡൻഡ് ഡാറ്റ പരിശോധിച്ചാൽ വർഷം തോറും ഇടക്കാല ഡിവിഡൻറ്റും ഫൈനൽ ഡിവിഡൻറ്റും ഇവർ മുടങ്ങാതെ നൽകുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേബിൾ ബിസിനസ്സും സ്റ്റേബിൾ പ്രകടനങ്ങളുമൊക്കെയായി വലിയൊരു പരമ്പരാഗത ബിസിനസ് ചരിത്രത്തിൻ്റെ കഥയൊക്കെ ഉള്ള കാസ്ട്രോൾ ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഓട്ടോമോട്ടീവ് ലൂബ്രിക്കൻറ്റ് ബ്രാൻഡാണ് കാസ്ട്രോൾ. UK ബേസ്ഡായ ഈ കമ്പനി 1899 ചാൾസ് വെയ്ക്ക്ഫീൽഡ് എന്ന് പറയുന്ന ഒരു ബിസിനസ്മാനാണ് ഈ കമ്പനി സ്ഥാപിച്ചത്. പിന്നീട് ഇംഗ്ലണ്ടിലെ ഓയിൽ ആൻഡ് ഗ്യാസ് രംഗത്തെ ലോകത്തിലെ തന്നെ സൂപ്പർ മേജർ കമ്പനികളിലൊന്നായിട്ടുള്ള BP ഗ്രൂപ്പ് എന്ന മൾട്ടിനാഷണൽ കമ്പനി ഈ കാസ്ട്രോളിൻ്റെ ഉടമസ്ഥരാവുകയായിരുന്നു. കാസ്ട്രോളിൻ്റെ ഇന്ത്യൻ സബ്സിഡിയറിയായ കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിക്കപ്പെടുന്നത് 1979 ഇൻട്രോൾ ഇൻ ലൂബ്രിക്കൻസ് ആൻഡ് സ്പെഷ്യാലിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു അന്ന് ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. എന്നാൽ 1990 കമ്പനി കാസ്ട്രോൾ ഇന്ത്യ എന്ന പേര് മാറ്റിക്കൊണ്ട് അത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാസ്ട്രോൾ ലിമിറ്റഡ് UK എന്ന് പറയുന്ന കമ്പനിക്ക് 51% സ്റ്റേക്കാണ് ഈ കമ്പനിയിൽ ഉള്ളത്. കാസ്ട്രോളിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിൽ കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും മറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിളുകൾക്കും ഓയിൽ ലൂബ്രിക്കൻസ് നിർമ്മിക്കുന്നത് കൂടാതെ മറ്റ് ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് കമ്പനികൾക്കും എനർജി സെക്ടറുകളിലും അതുപോലെ മറൈൻ സെഗ്മെൻറ്റിലും ഇവരുടെ ലൂബ്രിക്കൻസ് പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. നാസയുടെ ചൊവ്വ പര്യവേഷണ റോക്കറ്റുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ലൂബ്രിക്കൻസ് കാസ്ട്രോൾ ഓയിലാണ് എന്ന് കേൾക്കുമ്പോഴാണ് ഈ കാസ്ട്രോൾ ഓയിലിൻ്റെ ബിസിനസ് വ്യാപ്തി നമുക്ക് മനസ്സിലാവുക. ഇവർ അഭിമാന പരിസരം പറയുന്ന ഒരു കാര്യമാണ്, അതായത് കരയിലും കടലിലും വായുവിലും മാത്രമല്ല സ്പേസിലും തങ്ങൾക്ക് പ്രസൻസ് ഉണ്ട് എന്ന് ഇവർ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് 5000-ലധികം എംപ്ലോയീസ് ഇവർക്കുണ്ട്. അതുപോലെ 160 രാജ്യങ്ങളിൽ ഇവരുടെ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് മാർക്കറ്റിങ്ങിലൂടെ നടത്തുന്നുണ്ട്. അതുപോലെ 200 മില്യൺ കസ്റ്റമർ ടച്ച് പോയിൻറ്റ്സ് ഇവർക്കുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ 7 ടെക്നോളജി റിസർച്ച് സെൻറ്ററുകളും അതുപോലെ 23 ബ്ലെൻഡിങ് പ്ലാന്റുകളും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടീമാണ് ഇവരുടെ മറ്റൊരു സ്ട്രെങ്ത് ആയിട്ട് കമ്പനി അവകാശപ്പെടുന്നത്. ഇവരുടെ പ്രൊഡക്റ്റ് ആപ്ലിക്കേഷൻ ലെവലിൽ ഏറ്റവും പുതുതായിട്ട് ആഡ് ചെയ്തതായി കാണാൻ കഴിയുന്നത് EV ഫ്ലൂയിഡ്സ് ആണ്. അപ്പോൾ EV ഫ്ലൂയിഡ് ഇലക്ട്രിക് വെഹിക്കിൾക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ് നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഈ കമ്പനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് സെഗ്മെൻറ്റിൽ ഈ കമ്പനി കാലെടുത്ത് വെച്ചു എന്നതിൻ്റെ തെളിവായിട്ട് നമുക്ക് കാണുന്നത്. ഇവരുടെ പ്രൊഡക്റ്റ് ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ കാസ്ട്രോൾ എഡ്ജ്, കാസ്ട്രോൾ GTX, കാസ്ട്രോൾ മാഗ്നറ്റെക്, കാസ്ട്രോൾ പവർ, കാസ്ട്രോൾ ആക്റ്റീവ്, കാസ്ട്രോൾ CRB, കാസ്ട്രോൾ വെക്ടർ, കാസ്ട്രോൾ മൊലിബോയ്, കാസ്ട്രോൾ ഒപ്റ്റിഗിയർ, കാസ്ട്രോൾ ട്രിബോ തുടങ്ങി ഒരു വലിയൊരു ബ്രാൻഡ് പ്രൊഡക്റ്റുകളുടെ ഒരു നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ലൂബ്രിക്കൻസ് നിർമ്മാണം കൂടാതെ തന്നെ ഇവർ സർവീസ് സെഗ്മെൻറ്റിലും ഇവരുടെ ബിസിനസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാസ്ട്രോൾ എക്സ്പ്രസ് എന്ന് പറയുന്ന റൂറൽ മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സർവീസ് ഫെസിലിറ്റി ഇവർ ഒരു ചെയിൻ എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ജിയോയും BP എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനികളുമായി ചേർന്നുകൊണ്ട് ഒരു ഓയിൽ ചേഞ്ച് സർവീസും ഇവർ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ കാസ്ട്രോളിൻ്റെ ഓട്ടോ സർവീസ് വർക്ക്ഷോപ്പുകൾ ഇന്ത്യയിലങ്ങോളം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രീമിയം റേഞ്ച് ഓഫ് ഓട്ടോ കെയർ സർവീസ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ആ ഒരു മേഖലയിലും ഇവർ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രസൻറ്റേഷനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മാർക്കറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കാർ ലൂബ്രിക്കൻസിൽ 38% മാർക്കറ്റ് ഷെയറാണ് ഇവർക്കുള്ളത്. 2 വീലർ സെഗ്മെൻറ്റിൽ 26%, അതുപോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ 20%-ൻ്റെയും ഒരു മാർക്കറ്റ് ഷെയർ ഇവർക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. മൊത്തത്തിൽ മറ്റെല്ലാ ലൂബ്രിക്കൻറ്റ് ബ്രാൻഡുകളും 49% മാർക്കറ്റ് ഷെയർ ഉള്ളപ്പോൾ
കാസ്ട്രോളിൻ്റെ ഒരു ബ്രാൻഡിന് മാത്രം 51% മാർക്കറ്റ് ഈ ഒരു മേഖലയിൽ മൊത്തം മാർക്കറ്റിനെ ഇവർ അടക്കി വാഴുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മേജറായിട്ടുള്ള ഓട്ടോ കമ്പനികളും അതുപോലെ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് രംഗത്തുള്ള കമ്പനികളുമൊക്കെ ഇവരുടെ ഒരു ക്ലയൻറ്റ് ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുന്നത് അവർ മാറി വരുന്ന കാലത്തിനനുസരിച്ച് കാസ്ട്രോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുമെന്നും അങ്ങനെ നമ്മുടെ ബിസിനസ് വളരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ നിരാശയാണ് നമുക്ക് കിട്ടുക. കഴിഞ്ഞ 20 വർഷത്തെ പെർഫോമൻസിൽ നിഫ്റ്റി 50യുടെ 4 അയലത്തെത്താൻ പോലും കാസ്ട്രോൾ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 5 വർഷത്തെ പെർഫോമൻസ് നോക്കിയാലും ഇതേ അവസ്ഥയാണ്. ഈ ഒരു അണ്ടർ പെർഫോമൻസ് നമുക്ക് ഈ 5 വർഷത്തെ ആ ഒരു ഗ്രോത്തിലും കാണാൻ കഴിയും. നിഫ്റ്റിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഓവറോൾ റിട്ടേൺ 92% ആണെങ്കിൽ കാസ്ട്രോൾ നൽകിയത് വെറും 30% റിട്ടേൺ ആണ്. എന്നാൽ നിക്ഷേപകരെ അത്ഭുതപ്പെടുത്തിയ ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ വർഷം നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി 50യെ ബഹുദൂരം പിന്നിലാക്കി 60% റിട്ടേൺ കഴിഞ്ഞ വർഷം ഈ സ്റ്റോക്ക് നൽകിയതായി കാണാം. ഈ സ്റ്റോക്കിൽ വർഷങ്ങളോളം അനക്കമില്ലാതെ കിടന്നതും ഇപ്പോൾ ഇത് മുന്നോട്ട് പോയതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് 19,000 കോടിയുള്ള ഒരു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലുള്ള കമ്പനിയാണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ 196 ഒരു ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഹൈ 230 വരെ, അതായത് 52 വീക്ക് ഹൈ 230 വരെ പോയിരുന്നു. ഇതിൻ്റെ 52 വീക്ക് ലോ 112 വരെയും പോയിരുന്നു. ഒരു വർഷം കൊണ്ട് 112 രൂപയിൽ നിന്ന് 230 വരെ ഉയർന്നിരുന്നു എന്ന് പറയാം. അപ്പോൾ ആ ഒരു 230 ലെവലിൽ നിന്നും ഇപ്പോൾ 15% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഇതിൻ്റെ ഹൈ പ്രൈസ് 272 വരെ ഒരിക്കൽ പോയിരുന്നു. അത് 2014 അത് സംഭവിച്ചത്. ഈ ഒരു ഹൈ പ്രൈസ് ഈ സ്റ്റോക്കിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിന് പിന്നീട് ഒരു ബിയറിഷ് ട്രെൻഡാണ് കാണാൻ കഴിഞ്ഞത്. 8 നീണ്ട വർഷങ്ങൾ ഈ സ്റ്റോക്ക് ഒരു ബിയറിഷ് ട്രെൻഡിലായിരുന്നു. ഒരിക്കലും ഈ 272 എന്നുള്ള ആ ഒരു പ്രീവിയസ് ലെവലിലേക്ക് ഈ സ്റ്റോക്കിന് ഒരിക്കലും പോകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അത് 112 എന്നുള്ള ലെവലിൽ വരെ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ 112 എന്നുള്ള ഒരു 52 വീക്ക് ലോ കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 200 ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇത് പിന്നീട് ഒരു അപ് ട്രെൻഡിലേക്ക് പോയതായി കാണാം. ആ ഒരു പോക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു മുന്നേറ്റമായിരുന്നു. സ്റ്റോക്കിൻ്റെ പി 22.1 ഇപ്പോൾ. ഇൻഡസ്ട്രി പി ആണെങ്കിൽ 36. 5 years പി 16.9. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ ശരിക്കും ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയാം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട എന്തുകൊണ്ടായിരിക്കും ഇത് അണ്ടർ വാല്യൂഡ് ആയി കിടക്കുന്നത്? ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിന് ഹയർ വാല്യുവേഷൻ കൊടുക്കാത്തതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ വർഷത്തെ 4 ക്വാർട്ടറിൽ നടന്ന സെയിൽസ് റവന്യൂവിനെ ഈ കറണ്ട് ഇയറിലെ 4 ക്വാർട്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും 5.65% ഒരു ഗ്രോത്താണ് നമുക്ക് കാണാൻ കഴിയുക. പ്രോഫിറ്റിലാണെങ്കിൽ വെറും ഒരു 11% ഗ്രോത്തുമാണ് കാണാൻ കഴിയുക. ഇത് കഴിഞ്ഞ 2 വർഷങ്ങളിൽ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തെ ഒരു ലോങ് CAGR ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വെറും 5% കാണാം. പ്രോഫിറ്റ് ഗ്രോത്ത് ആണെങ്കിൽ വെറും 6%. ഇനി 5 വർഷത്തെ ഒരു ഗ്രോത്ത് ആണെങ്കിൽ ഇതും 6%, പ്രോഫിറ്റ് ഗ്രോത്ത് 4%. അപ്പോൾ ഈ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത് അഥവാ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ഗ്രോത്തിൽ വലിയൊരു ഗ്രോത്ത് പെർസെൻറ്റേജ് ഈ സ്റ്റോക്കിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇനി നമുക്ക് ഹൈ പിയിൽ കാണാൻ കഴിയാതിരുന്നത്. അതുകൊണ്ടാണ് 8 നീണ്ട വർഷങ്ങൾ ഇത് ബിയറിഷ് ട്രെൻഡിലായതിനും കാരണം. എന്നാൽ ഈ കമ്പനിയുടെ മറ്റ് ഫണ്ടമെൻ്റൽസ് നോക്കുമ്പോൾ ഡിവിഡൻഡ് ഈൽഡ് 3.82 എന്നുള്ള വളരെ ആകർഷകമായ ഒരു ഡിവിഡൻഡ് കമ്പനി കൊടുക്കുന്നുണ്ട്. അതുപോലെ ROC 56.7 ROE 42.5 വളരെ ശക്തമായ ROEയും ROCയും ഈ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.04 ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണെന്ന് നമുക്കിത് പറയാൻ കഴിയും. കാരണം 77 കോടി മാത്രമാണ് ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കടം. എന്നാൽ ഈ കമ്പനിയുടെ ക്യാഷ് റിസർവ് 1627 കോടിയാണ്. അപ്പോൾ ഇത്രയധികം ക്യാഷ് റിസർവ് ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഡിവിഡൻഡ് കൊടുക്കുന്നതിലും ഒന്നും വലിയ അത്ഭുതമില്ല. ബോണസും ഡിവിഡൻഡൊക്കെ വാരിക്കോരി കൊടുക്കാവുന്ന അവസ്ഥയിലാണ് ഈ സ്റ്റോക്ക്. എപ്പോഴും ക്യാഷ് റിച്ച് കമ്പനി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 51%, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 9.51%, DIAസിൻ്റെ ഹോൾഡിംഗ് 16.4% ശക്തമായൊരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഈ സ്റ്റോക്കിൽ കാണാം. അതുകൊണ്ട് തന്നെ എങ്ങനെ നോക്കിയാലും ശക്തമായ ഫണ്ടമെൻ്റൽസ് ഉള്ള ഈ കമ്പനിയിൽ ചെറിയ ചലനങ്ങൾ ഈ സ്റ്റോക്കിൽ സംഭവിച്ചതായ ചില സൂചനകൾ കഴിഞ്ഞ വർഷം നൽകിയിരുന്നു. കാരണം കഴിഞ്ഞ വർഷത്തെ 3 വർഷത്തെ ഒരു ആവറേജ് സെയിൽസ് CAGR നോക്കിക്കഴിഞ്ഞാൽ
അത് 19% കാണും. അതൊരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ്. അപ്പോൾ അത് തീർച്ചയായും ഈ കമ്പനിയിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിച്ചു. അത് കാരണം സ്റ്റോക്ക് നല്ലൊരു റാലി നടന്നു. അപ്പോൾ 112 എന്നുള്ള ആ ലെവലിൽ നിന്ന് ഈ കമ്പനി പിന്നീട് 230 വരെ എത്തി. അതായത് അതിൻ്റെ ഓൾ ടൈം ഹൈ ആയി 272 വരെ എത്തിയില്ലെങ്കിലും 52 വീക്ക് ഹൈ 230 ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത് ശക്തമായൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ അടുത്തു വരുന്ന Q4 റിസൾട്ട് എല്ലാവരും പ്രതീക്ഷയോടെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് കാസ്ട്രോളിന് ആ ഒരു പ്രതീക്ഷക്കൊത്ത് ഉയർന്നുള്ള ഒരു മാർക്കറ്റ് എസ്റ്റിമേറ്റിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇയർ ഓൺ ഇയർ സെയിൽസ് വെറും 2.42%, ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് 6.79% മാത്രമായിട്ട് അതിൻ്റെ പഴയ ആ ഒരു ഹിസ്റ്റോറിക്കൽ വളർച്ചാ നിരക്കിൻ്റെ ഒരു ആവർത്തനം പോലെ ഇത് ഇൻവെസ്റ്റേഴ്സിന് തോന്നുകയും ഇൻവെസ്റ്റേഴ്സിന് അങ്ങനെ തോന്നിയത് കൊണ്ടാകാം ഇപ്പോൾ സ്റ്റോക്ക് 15% കറക്റ്റ് ചെയ്തുകൊണ്ട്, അതായത് ആ 230 എന്ന ഹൈയിൽ നിന്നും നമുക്കിപ്പോൾ കാണുന്നത് ഈ 196 എന്നുള്ള ഒരു 15% കറക്റ്റ് ചെയ്തിട്ടുള്ള ലെവലിലാണ്. എങ്കിലും ഈ സ്റ്റോക്കിൽ നല്ലൊരു വോളിയം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു വർഷത്തെ ആവറേജ് വോളിയം 42,90,000 മുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 60 ലക്ഷത്തിന് മുകളിലായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ ഇതിൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഇപ്പോഴും ബിസിനസ് ഗ്രോത്തിൽ ഒരു മൊമെൻറ്റം നേടിയോ എന്ന് ഇൻവെസ്റ്റേഴ്സ് സംശയിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ 200 എന്നുള്ള റേഞ്ചിൽ ഈ പ്രൈസ് ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ ഓവറോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നല്ല ഡിവിഡൻഡ് ഈൽഡ് ലക്ഷ്യമാക്കി ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്താൽ പോലും ക്യാപിറ്റൽ ഗെയിൻ ഈ സ്റ്റോക്കിൽ ഇപ്പോഴും കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ബാക്കി നിൽക്കുകയാണ്. കാരണം ഷോർട്ട് ടേമിൽ ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് ഈ സ്റ്റോക്ക് പോകാനാണ് സാധ്യത. കാരണം അടുത്ത 4 ക്വാർട്ടേഴ്സിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഈ സ്റ്റോക്ക് നൽകാൻ കഴിയില്ലെങ്കിൽ, സെയിൽസിലും പ്രോഫിറ്റിലും ഒരു 10% മുകളിൽ, ഒരു 15% മുകളിലെങ്കിലും ഈ സ്റ്റോക്കിന് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സ്റ്റോക്കിന് ആ ഒരു പഴയ ആ ഒരു ഹിസ്റ്റോറിക്കൽ ലെവലിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്നാൽ ഒരു 15% മുകളിലുള്ള സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഇത് രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ സ്റ്റോക്കിലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. അതിൻ്റെ പ്രീവിയസ് ഹൈ ആയിട്ടുള്ള 272 പോകാനുള്ള സാധ്യതയും നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ സ്റ്റോക്ക് ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.